ഇന്നത്തെ ദിവസം ഏപ്രിൽ 30, 2026 ഏപ്രിൽ 30 ഇത് കുമളി ടൗൺ ആണ്. കുമളി ടൗണിലെ കുമളി ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടെ മേശയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാളെ നടക്കുന്നത് മംഗളാദേവി ഫെസ്റ്റിവലിൽ പോകാൻ വരുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്യൂ നിന്നിട്ടാണ് ജീപ്പ് പിടിക്കേണ്ടത്. ജീപ്പിലാണ് മംഗളാദേവിയിലേക്ക് പോകുന്നത്. ജീപ്പല്ലാതെ നടന്ന് നമുക്ക് പോകാനായിട്ട് കഴിയും, നടക്കാൻ കഴിവുള്ളവർക്ക്. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇവിടെ ക്യൂ നിൽപ്പുണ്ട്. കാരണം തമിഴന്മാരാണ് ഇതെല്ലാം നിൽക്കുന്നത്. അവർ നാളെ രാവിലെ ഉള്ള ജീപ്പിൽ തന്നെ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ക്യൂ നിൽക്കുകയാണ്. ഇത് കുമളി ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത്. ഇപ്പോൾ രാത്രി 8 മണിയായി കാണും. അപ്പോൾ രാത്രി 8 മണിക്ക് തന്നെ ആൾക്കാർ നാളത്തെ പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ മെയ് 1 രാവിലെ 5 മണി ഞങ്ങൾക്ക് വേണ്ടി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ ജീപ്പിൽ കയറാൻ പോവുകയാണ്. ആ സമയത്തുള്ള ക്യൂ കണ്ടല്ലോ, 5 മണിക്കുള്ള ക്യൂ ആണ്. ഇപ്പോൾ ഏകദേശം 1/2 കിലോമീറ്റർ ഈ ക്യൂ കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്, ജീപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറെങ്കിലും മിനിമം നിൽക്കേണ്ടി വരും ജീപ്പ് കിട്ടാനായിട്ട്. 6 മണിക്കാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ 1 മണിക്കൂർ ഇവിടെ ക്യൂ നിൽക്കണം. ഞങ്ങൾ ജീപ്പ് നേരത്തെ പിടിച്ചിട്ടുണ്ട്. 5000 രൂപ ഒരു ജീപ്പിന് റേറ്റ് ഉണ്ട്. 10 പേർക്ക് വരെ പോകാൻ പറ്റും. ഞങ്ങൾ നേരെ ചെക്ക് പോസ്റ്റിനടുത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പം ഇത് KSRTC അല്ല, ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണ്. ഇവിടെ നിന്നാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നേരത്തെ അങ്ങ് പോയി, ഞങ്ങൾ സ്വന്തമായിട്ട് ജീപ്പ് പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇത് നേരെ പോകുന്നത് ചെക്ക് പോസ്റ്റിനടുത്താണ്. അവിടെ ചെന്ന് ക്യൂ നിന്നിട്ട് വേണം നമ്മളിനി കയറാനായിട്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടാൻ തുടങ്ങി. 6 മണി കഴിഞ്ഞു. ഞങ്ങൾ ജീപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വളരെ പതുക്കെയാണ് ജീപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ വഴിയാണ്. തൊട്ട് മുമ്പ് തന്നെ ജീപ്പുകളുണ്ട്. ഇനിയൊരു സെക്യൂരിറ്റി ചെക്ക് കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ ആൾക്കാർ നടന്നു വരുന്നുണ്ടല്ലോ, അത് വേറൊരു വഴി കൂടെ ഇങ്ങനെ നടന്ന് കയറിയതാണ്. ജീപ്പ് പോകുന്ന വഴിയിലല്ല, ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴിയിലല്ല, മറ്റൊരു വഴി കൂടെ അവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടക്കുന്നവർ 6 മണിക്ക് തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല സ്പീഡിലൊക്കെയാണ് നടക്കുന്നത്. എല്ലാത്തരം ആൾക്കാരുണ്ട്, കൊച്ചു കുട്ടികളവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് സെക്യൂരിറ്റി ചെക്കിൽ പോവുകയാണ്. സെക്യൂരിറ്റി ചെക്കിൽ പോകാനായിട്ട് നമ്മൾ കയ്യിലുള്ള ബാഗ് എല്ലാം ആയിട്ട് പോകണം. അവിടെ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് കവർ ഇതെല്ലാം അവർ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകുന്ന കവർ പൊട്ടിച്ചിട്ട് അവർ വേറെ പാക്കറ്റിനകത്താക്കി പൊതിഞ്ഞ് തരും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇവിടെ അനുവദിച്ചിട്ടില്ല എൻ്റെ മേലോട്ട്. അത് സംരക്ഷിത വനപ്രദേശമാണ് കടന്നു പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കാട്ടിനുള്ളിലാണ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റാണ് അവിടുത്തെ. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ ജീപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ജീപ്പിൽ കയറിയിട്ട് വേണം കാട്ടിനുള്ളിലൂടെ മംഗളാദേവി ടെമ്പിളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ജീപ്പ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആൾക്കാരൊക്കെ വരുന്ന കണ്ടില്ലേ, കൊച്ചു കുട്ടികൾ വരെ ഈ നടന്നു വരുന്നുണ്ട്. വലിയ പ്രായമുള്ള ആൾക്കാർ, ചെറുപ്പക്കാരികൾ, പ്രായമുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, കൊച്ചുകുട്ടിയൊക്കെ നടന്നുകൂടി വരുന്ന കണ്ടില്ലേ. അപ്പോൾ 2 വീലുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഈ റോട്ടിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ പോകേണ്ടത്. ഇത് വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഉത്സവം ഉള്ളൂ. അത് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലായിട്ടാണ് വരുന്നത്. മേടമാസത്തിലെ ചിത്ര പൗർണമി ദിവസമാണ് ഇവിടെ ഉത്സവമുള്ളത്. ഇത് ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ ഡിസ്പ്യൂട്ടുണ്ട്. ഞങ്ങളുടെയാണെന്ന് അവർ പറയുന്നു, നമ്മുടെയാണെന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിത വനപ്രദേശത്തിനുള്ളിലാണ്, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളെ എപ്പോഴും അവർ തുറന്നു വിടുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാത്രം ഉത്സവം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും ഈ ഉത്സവമൊക്കെ നടത്തുന്നതൊക്കെ തന്നെ പോലീസുകാർ ചേർന്നിട്ടാണ്. പോലീസുകാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നിട്ടാണ്. അല്ല, നാട്ടുകാരല്ല ഈ ഉത്സവം നടത്തുന്നത്. സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈ ഉത്സവം നടക്കുന്നത്. അല്ല, കൊടുങ്കാടിനുള്ളിലൂടെയാണ് നമ്മൾ ജീപ്പ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഉത്സവം 2026 മെയ് 1 അപ്പോൾ ഞങ്ങൾ ഇന്നലെ തലേ ദിവസം തന്നെ വന്ന് നിങ്ങൾ താമസിച്ചു. രാവിലെ ജീപ്പിൽ കയറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞു. ജീപ്പ് അത്ര സ്പീഡിലോട്ടൊന്നും വിട്ടുപോകാനായിട്ട് പറ്റുന്നില്ല നമുക്ക്. ധാരാളം ആൾക്കാരിങ്ങനെ നടന്നു വരുന്നതുകൊണ്ട് അവരെയൊക്കെ ശ്രദ്ധിച്ച് വേണം ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്.
ഇനി വനംവകുപ്പിൻ്റെ പ്രത്യേക അനുമതി നമുക്ക് വാങ്ങിക്കാൻ കഴിയുകയാണെങ്കിൽ മറ്റ് ദിവസങ്ങളിലും ഇവിടെ സന്ദർശിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിലെത്താനായിട്ട് കുമളിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങൾ വരണമെങ്കിൽ ആ പ്രൈവറ്റ് വാഹനങ്ങളെന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളായിരിക്കണം. അതിന് പുറമെ നമ്മൾ ഇവിടെ നിന്നൊരു പെർമിറ്റ് എടുക്കുകയും വേണം ഇത് ഓടിക്കാനായിട്ട്. ഇവിടെ പരിചയസമ്പന്നരായ ഇടുക്കിയിലെ ഡ്രൈവർമാരാണ് ഈ ഓടിച്ചു വരുന്നത്. അതുകൊണ്ടാണ് വലിയ ബ്ലോക്കൊന്നും വെക്കാതെ അവർ കറക്റ്റായിട്ട് ഇങ്ങ് ഓടിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ ജീപ്പുകളും അന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരും. അതായത് 600 ജീപ്പുകൾ വരെ വരുമെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. ഇവിടെ മാംസാഹാരങ്ങളൊന്നും കൊണ്ട് കയറാൻ സമ്മതിക്കത്തില്ല. സസ്യാഹാരങ്ങൾ മാത്രമേ കൊണ്ടുവരാനായിട്ട് പറ്റൂ. നമുക്ക് ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇതിൻ്റെ മേളിൽ ചോറ് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ വഴിയിൽ ഉടനീളം തന്നെ ഈ പൈപ്പ് ഇത് നമ്മളെ സിൻറ്റെക്സ് ടാങ്കിനകത്ത് കുടിവെള്ളം നിറച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞത് ഈ കുടിവെള്ളമെല്ലാം നമ്മളെ മിനറൽ വാട്ടർ തന്നെയാണ് നിറച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ടാപ്പിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഗ്ലാസ് വഴി നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ മൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കുറച്ച് കാട്ടുപോത്തുകളെയൊക്കെ കണ്ടു. ആനയെ കാണാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടില്ല, 2 വീല് കടന്നു പോകുന്ന ഒരു വഴി ഒഴുക്കിയിട്ടേക്കുന്നത്. എല്ലാം കോൺക്രീറ്റ് റോഡാണ് ഇവിടെ. നല്ല മലനിരകളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരിട്ട് തന്നെ വന്ന് കാണണം. അടുത്ത വർഷം നിങ്ങൾ ട്രൈ ചെയ്യുക, ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക. ജീപ്പിൽ വരികയാണെങ്കിൽ വലിയ ടാസ്ക് ഒന്നുമില്ല. ജീപ്പിൽ കയറി വന്നാൽ മതി. എന്നിട്ട് രാവിലെ നിന്ന് ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ജീപ്പ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. നടന്നും വരാം. നടന്നു വരികയാണെങ്കിൽ ഒരു 4 മണിക്കൂർ, പതുക്കെയൊക്കെ നടന്നു വരികയാണെങ്കിൽ ഒരു 4 മണിക്കൂർ എടുക്കും. തിരിച്ച് നമുക്ക് ജീപ്പിന് പോകാം. 2 സൈഡും നടന്നു പോകാൻ നിൽക്കണ്ട. ഒരു സൈഡ് മാത്രം നടക്കുക. തിരിച്ചുള്ള സൈഡ് നമ്മൾ ജീപ്പിൽ കയറി പോവുക. അങ്ങനെയായാലും മതി. ഒരു ജീപ്പിന് ഒരാൾക്ക് 200 രൂപയാണ് ഒരു സൈഡിലേക്കുള്ള ചാർജ്. അപ്പോൾ 200 അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പിലാണ് വരുന്നതെങ്കിൽ 200 400 രൂപയാവും. ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു ജീപ്പ് പിടിച്ചതുള്ളതുകൊണ്ട് 5000 രൂപ ഞങ്ങൾ കൊടുക്കണം. 10 പേര് ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു 500 രൂപ വെച്ചേ ആവുന്നുള്ളൂ. അതായത് മറ്റേതിൽ നിന്നൊരു 100 രൂപ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അവിടെ ചെന്ന് ഈ ജീപ്പിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് റൂമിൽ വന്നാണ് ഞങ്ങൾ ജീപ്പിൽ കൊണ്ടുപോയത്. അത് വളരെ സൗകര്യമാണത്. ജീപ്പ് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 1337 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 4000 അടി ഉയരത്തിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പശ്ചിമഘട്ട മലനിരകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പല മലകളിങ്ങനെ മടങ്ങി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുഞ്ഞു റോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അഗാധമായ കൊക്കയാണ് അപ്പുറത്തോട്ട്. വീണുപോയാൽ തീർന്നു തന്നെ. 2 വണ്ടികളൊക്കെ കയറി പോകുന്ന കണ്ടില്ലേ. കഷ്ടിച്ചാണ് കയറിപ്പോകുന്നത്. നല്ല പരിചയസമ്പന്നരല്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ അപകടത്തിൽപ്പെടും. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ 2 അമ്പലങ്ങളാണുള്ളത്. ഈ അമ്പലങ്ങളൊക്കെ ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഏകദേശമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടായ മട്ടിൽ കിടക്കുന്നതാണ്. ആകെ ഒരു ദിവസമാണ് ഇവിടെ ഉത്സവം ഉള്ളത്. ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നത് മംഗളാദേവി ടെമ്പിളാണ്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആണ്. മലയാളികളാണ് അതിനകത്ത് പൂജ നടത്തുന്നത്, ആ വിഗ്രഹത്തിന് പൂജ നടത്തുന്നത്. അടുത്ത അമ്പലം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ സർക്കാരാണ് അവിടുത്തെ പൂജയൊക്കെ നടത്തുന്നത്. അത് കണ്ണകി ടെമ്പിളാണ്. ഇവിടെ കണ്ണകി പ്രതിഷ്ഠയാണ് ഉള്ളത്. തമിഴ് മഹാകാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് ഈ കണ്ണകി എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മധുര നഗരം ദഹിപ്പിച്ച ശേഷം കണ്ണകി ഈ മലമുകളിൽ വന്ന് സ്വർഗാരോഹണം ചെയ്തു എന്നാണ് വിശ്വാസം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചേര രാജാവായിരുന്നത് ചേരൻ ചെങ്കുട്ടുവൻ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം.
ഇവിടുത്തെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് പാണ്ഡ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് കരിങ്കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു മതിൽക്കെട്ടുണ്ട്. ആ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിൽ 2 അമ്പലങ്ങൾ ഇവിടെ കണ്ട. ഈ പഴയ മതിലാണ് ആ മതിൽക്കെട്ട് കണ്ടില്ല. ഈ മതിൽക്കെട്ടിനുള്ളിലാണ് ഈ അമ്പലങ്ങൾ ഇരിക്കുന്നത്. ഈ പാറകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നതൊക്കെ ഒരു ശേഷത്തിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം 15,000-നും 20,000-നും ഇടയ്ക്ക് ആളുകൾ ഈ വർഷം വരുമെന്നാണ് പറയുന്നത്. ഇത് തമിഴ്നാട്ടിൻ്റെ കണ്ണകി ടെമ്പിളാണ്. അതിൻ്റെ ഉള്ള ക്യൂ ആണ്. ഞങ്ങൾ 8 മണിക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഏകദേശം 5 മണിക്ക് ഇറങ്ങിയിട്ട് 3 മണിക്കൂർ എടുത്ത് ഇവിടെ എത്തിച്ചേരാൻ. അവിടെ ചെന്ന് കുറേ നേരം ക്യൂ നിന്ന് വലുതൊക്കെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറാനായിട്ട് താമസിച്ച് തന്നെ പതുക്കെയാണ് വണ്ടിയൊക്കെ കയറിയത്. അങ്ങനെ 8 മണിക്ക് എത്തി. നല്ല കാഴ്ചകളാണ്. പശ്ചിമഘട്ട മലനിരകളുടെ നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് ഈ അമ്പലം നിൽക്കുന്നത്. വലിയ വൃക്ഷങ്ങളൊന്നുമില്ല, തുറസ്സായ സ്ഥലമാണിത്. കണ്ട പാറയൊക്കെ ഇടിഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ. പഴയ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതിയാണ്. അതൊക്കെ തകർന്ന് വീണു. അതിനെയൊന്നും പുനരുദ്ധീകരിക്കാനുള്ള ഒന്നുമില്ല, ഇവിടെ ചെയ്യുന്നില്ല. താഴ്വാരത്തിൻ്റെ കാഴ്ചകളാണ്. കണ്ണകി ടെമ്പിളിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ദൂരെ ആ മലനിരകളിൽ കൂടെ ജീപ്പുകൾ പോകുന്നതും ആളുകൾ ഇങ്ങനെ ഉറുമ്പിനെ പോലെ വളരെ ദൂരെയായിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ നടന്ന് വരി വെച്ച് വരുന്ന പോലെയാണ് ആളിങ്ങനെ നടന്നു വരുന്നത്. ആ മലകൾ ഇങ്ങനെ താണ്ടി ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയാണ്. വളരെ ദൂരെ നിന്നുള്ള കാഴ്ചയാണത്. എല്ലാവരും ആ വരിയായിട്ട് ഇങ്ങനെ കയറി വരുന്നത്, ആ മലയൊക്കെ കവർ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണത്. അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തിയപ്പോഴും 12 മണിക്ക് ഞങ്ങൾ തിരിച്ചെത്തി ജീപ്പിൽ കയറിയിട്ട്. 9 തൊട്ട് ഒരു 11 മണി വരെ ഞങ്ങൾ ജീപ്പിന് വേണ്ടി നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് ജീപ്പ് എത്തിയത്. അപ്പോഴും 12 മണിക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തപ്പം ജീപ്പിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഒരു ഏകദേശം 300 മീറ്റർ നീളമുണ്ട് ഈ ക്യൂവിന്. എല്ലാവരെയും കൊണ്ടുപോകും അവർ. 1:30 മണിക്ക് ഇത് അവസാനിക്കുകയും ചെയ്യും.